പൊതുവിദ്യാഭ്യാസ മേഖലയ്ക്കാകെ 1477.57 കോടി രൂപ വകയിരുത്തുന്നു. സ്കൂൾ വിദ്യാഭ്യാസത്തിൻ്റെ ഗുണനിലവാരവും അക്കാഡമിക് നിലവാരവും കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിനുമായി 1032.28 കോടി രൂപ സ്കൂൾ വിദ്യാഭ്യാസ മേഖലയിൽ വകയിരുത്തുന്നു. കായിക വിനോദങ്ങളിൽ കുട്ടികളുടെ പങ്കാളിത്തം അനിവാര്യമാക്കും. ഗേൾ ഫ്രണ്ട്ലിയാക്കി ഉള്ള പദ്ധതി, പെൺകുട്ടികളെ ശാക്തീകരിക്കുന്ന ആർത്തവ ശുചിത്വ സംരംഭം, എല്ലാ പെൺകുട്ടികൾക്കും സാനിറ്ററി നാപ്കിനുകളുടെ ലഭ്യത ഉറപ്പുവരുത്തുക, സാനിറ്ററി നാപ്കിനുകൾ സുരക്ഷിതവും പരിസ്ഥിതി സൗഹൃദവുമായ സംസ്കരണത്തിലുള്ള സൗകര്യം ഒരുക്കുക, സ്കൂൾ ടോയ്ലറ്റുകൾ വൃത്തിയും ശുചിയുള്ളതുമായി സൂക്ഷിക്കുക തുടങ്ങിയ ഗേൾ ഫ്രണ്ട്ലി ക്യാമ്പസ് കൂടിയാക്കി മാറ്റും. സർ, ജവഹർലാൽ നെഹ്റു സെൻറ്റർ ഫോർ സയൻറ്റിഫിക് ടെമ്പർ വിദ്യാർത്ഥികളിൽ ശാസ്ത്രബോധം വളർത്തുന്നതിനും കേരളത്തെ ഒരു ആഗോള വിജ്ഞാന ഹബ്ബായി മാറ്റുന്നതിനുമായി ജവഹർലാൽ നെഹ്റു സെൻറ്റർ ഫോർ സയൻറ്റിഫിക് ടെമ്പർ എന്ന ഒരു പുതിയ പദ്ധതി ആവിഷ്കരിക്കുന്നതാണ്. ഈ പദ്ധതിക്കായി 25 കോടി രൂപ വകയിരുത്തുന്നു. സാർ, ഉന്നത വിദ്യാഭ്യാസം, സമഗ്രമായ മാറ്റം ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് കൊണ്ടുവരും. നിരവധി പദ്ധതികൾ ഇപ്പോൾ തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. വിദ്യാഭ്യാസത്തെ തൊഴിൽ സാധ്യതകൾ ഉറപ്പാക്കും, ഗവേഷണത്തിന് പ്രാധാന്യം കൊടുക്കും. സാർ, അത്യാധുനിക സാങ്കേതിക വിദ്യയുടെ സാധ്യതകളെ മുൻകൂട്ടി മനസ്സിലാക്കി ഉപയോഗപ്പെടുത്താൻ ഫ്യൂച്ചർ റെഡിനെസ് തിങ്ക് ടാങ്ക് രൂപീകരിക്കും. വിദേശ വിദ്യാർത്ഥികൾക്ക് കേരളത്തിൽ വന്നു പഠിക്കാൻ അവസരമൊരുക്കുന്ന സെമസ്റ്റർ ഇൻ കേരള പദ്ധതി പുനരാരംഭിച്ച് അക്കാഡമിക് ടൂറിസം ശക്തിപ്പെടുത്തും. സംസ്ഥാന സർവകലാശാലകൾക്കിടയിൽ ക്രെഡിറ്റ് ട്രാൻസ്ഫർ നടപ്പാക്കും. ഇത് സ്റ്റുഡൻറ്റ് മൊബിലിറ്റി ഉറപ്പുവരുത്താൻ സഹായിക്കും. അന്താരാഷ്ട്ര അടിസ്ഥാനത്തിൽ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയെ ലോകത്തിന് പരിചയപ്പെടുത്താൻ എഡ്യൂക്കേഷൻ ഫെയറുകൾ സംഘടിപ്പിക്കും. എല്ലാ പ്രധാന സർവകലാശാലകളിലും സ്റ്റുഡൻറ്റ് ഡൈവേഴ്സിറ്റി ഉണ്ട്. ഉദാഹരണത്തിന് ഹാർവാർഡിൽ 100ഓളം രാജ്യങ്ങളിലെ വിദ്യാർത്ഥികളാണ് പഠിക്കുന്നത്. JNU ഇന്ത്യയുടെ പരിച്ഛേദമാണ്. കേരളത്തിലെ ക്യാമ്പസുകളിൽ സ്റ്റുഡൻറ്റ് ഡൈവേഴ്സിറ്റിക്ക് പ്രധാന പരിഗണന നൽകും. സംസ്ഥാനത്തെ കോളേജുകളിൽ റാഗിങ്ങും ആക്രമണങ്ങളും ഒരു പ്രധാന പ്രശ്നമായി നിലനിൽക്കുന്നു. സാർ, ഇത് തടയാൻ കേരളത്തിലെ ക്യാമ്പസുകൾ റാഗിംഗ് തടയാൻ സിദ്ധാർത്ഥൻ സ്റ്റുഡൻറ്റ് ഡിസ്ട്രസ് ആപ്പും, റാഗിംഗ് തടയാനും വിദ്യാർത്ഥികളുടെ ക്ഷേമം ഉറപ്പുവരുത്താനും സിദ്ധാർത്ഥൻ ആൻറ്റി റാഗിംഗ് ആൻഡ് സ്റ്റുഡൻറ്റ് വെൽഫെയർ ആക്റ്റും സംസ്ഥാനത്ത് നടപ്പാക്കും. സർ, ബിരുദധാരികൾക്ക് വേഗത്തിൽ ജോലി ലഭിക്കാൻ സഹായിക്കുന്ന ബ്രിഡ്ജ് പ്രോഗ്രാമുകളും കോഴ്സുകളും നടപ്പിലാക്കും. അക്കാഡമിക് വിഷയങ്ങൾ അമിത രാഷ്ട്രീയ ഇടപെടൽ ഒഴിവാക്കാൻ അക്കാഡമിക് കൗൺസിൽ രൂപീകരിക്കും. വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങൾ അന്വേഷിക്കാനും പരിഹരിക്കാനും കോളേജുകളിൽ ഓംബുഡ്സ്മാൻ സംവിധാനം നടപ്പിലാക്കും. സാങ്കേതിക വിദ്യാഭ്യാസത്തിനായി ആകെ 232.11 കോടി രൂപ നീക്കിവെക്കുന്നു. ജവഹർലാൽ നെഹ്റു സയൻറ്റിഫിക് സിറ്റി സ്ഥാപിക്കുന്നതിന് 10 കോടി രൂപ വകയിരുത്തുന്നു. കലാസാംസ്കാരിക മേഖല, കലാസാംസ്കാരിക മേഖലയ്ക്ക് ആകെ 203.93 കോടി രൂപ വകയിരുത്തുന്നു. തൃശ്ശൂർ ജില്ലയിലെ ചരിത്രപ്രസിദ്ധമായ തേക്കിൻകാട് മൈതാനം നവീകരിക്കുന്നതിന് നടപടി കൈക്കൊള്ളുന്നതാണ്. ഇതിനായി 10 കോടി രൂപ വകയിരുത്തുന്നു. ശിവഗിരി ശ്രീനാരായണ ധർമ്മ സംഘം ട്രസ്റ്റിൻ്റെ കീഴിൽ അന്താരാഷ്ട്ര നിലവാരത്തോടെ ശിവഗിരി തീർത്ഥാടന പ്ലാറ്റിനം ജൂബിലി സ്മാരക കൺവെൻഷൻ സെൻറ്ററിന് നിർമ്മാണം പുരോഗമിച്ചു വരികയാണ്. മഠത്തിൻ്റെ ചരിത്ര പ്രാധാന്യവും സ്വതന്ത്ര മാനവികതയും സാമൂഹ്യ പ്രതിബദ്ധതയും പരിഗണിച്ച് സെൻറ്ററിൻ്റെ നിർമ്മാണത്തിനുള്ള ധനസഹായമായി 5 കോടി രൂപ വകയിരുത്തുന്നു. കായിക യുവജന മേഖലയ്ക്ക് 173.77 കോടി രൂപ വകയിരുത്തുന്നു. കോളേജ് ക്യാമ്പസുകളിലെ കളിസ്ഥലങ്ങൾ പൂർണ്ണമായും ഉപയോഗക്ഷമമാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കും. 2036 ഒളിമ്പിക്സിൽ മത്സരിക്കാൻ പ്രാപ്തിയുള്ള കായിക താരങ്ങളെ വാർത്തെടുക്കാൻ വിഷൻ 2036 നടപ്പാക്കും. സർ, വൈദ്യശുശ്രൂഷയും പൊതുജന ആരോഗ്യവും, ആരോഗ്യ മേഖലയ്ക്ക് പ്രഥമ പരിഗണന നൽകും. വൈദ്യശുശ്രൂഷയ്ക്കും പൊതുജനാരോഗ്യ മേഖലയ്ക്കുമുള്ള പദ്ധതി വിഹിതമായി 2076.02 കോടി രൂപ വകയിരുത്തുന്നു. കേരളത്തിൽ ഉയർന്നു നിൽക്കുന്ന ആരോഗ്യ ചികിത്സാ ചെലവ്, ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻഡിച്ചർ കുറച്ചു കൊണ്ടുവരാൻ സർക്കാർ ഇടപെടൽ നടത്തും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.